നമ്മൾ ഈ നാട്യമ്പുറങ്ങളിൽ കാണപ്പെടുന്ന കുറിയില്ലേ, വ്യക്തികളോ സംഘടനകളൊക്കെ നടത്തുന്ന കുറി, അതിൽ മാസാമാസം പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു, ശരിക്കും നിങ്ങൾക്ക് ആ കുറിയാണോ, അതല്ല അതിന് പകരം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആണോ ബെറ്റർ എന്ന്? എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാള് കഴിഞ്ഞ വർഷം ഒരു കുറിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. കുറി ചേർന്നതിന്റെ കാര്യം പോലെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 2 ലക്ഷം രൂപയുടെ ആവശ്യം. അപ്പൊ 2 ലക്ഷം രൂപയുടെ ഒരു കുറിയിൽ അവൻ ചേർന്ന് ആ കുറി കിട്ടിയ മുറക്കുന്ന അവൻ എന്ത് ചെയ്ത് ആ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത്. ഇതേപോലെ വ്യക്തമായ പ്ലാൻ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കുറിയാണ്. എന്റെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്. അവന് നിലവിൽ ബാധ്യതകളൊന്നുമില്ല. അടുത്ത 2, 3, 4 വർഷത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള ചെലവുകളും ഇല്ല. അങ്ങനെയുള്ള അവനും ചേർന്നിട്ടുണ്ട് ഒരു കുറിയിൽ. ഒന്നെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും കുറി നടത്തുന്നുണ്ടാവും, അതല്ലെങ്കിൽ അവൻ ഉൾപ്പെട്ടിട്ടുള്ള സംഘടന നടത്തുന്ന കുറി ആയിരിക്കാം, അതും അല്ലെങ്കിൽ വല്ല പള്ളി കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ നടത്തുന്ന കുറി ആയിരിക്കാം. ഇവരുടെയൊക്കെ നിർബന്ധ പ്രകാരമായിരിക്കും ചിലപ്പോൾ അവൻ കുറി ചേർന്നിട്ടുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഒരുമിച്ച് കിട്ടുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ചിലപ്പോൾ അദ്ദേഹം കുറി ചേർന്നിട്ടുണ്ടാവുക. ഏതായാലും അദ്ദേഹം മാസാമാസം പണം അടക്കുന്നുണ്ടാവും. ഇനി എങ്ങാനും കുറി അദ്ദേഹത്തിനാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ചില ആളുകൾ പറയുന്ന ഒരു സംസാരം ഇങ്ങനെയാണ്: എനിക്ക് അർജന്റൊന്നുമില്ല, ഏതെങ്കിലും വ്യക്തികൾക്ക് അർജന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് അവർക്ക് കൊടുത്തോളൂ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. ശരിക്കും നിങ്ങൾക്ക് കുറിയായിരുന്നോ വേണ്ടിയിരുന്നത്, അതോ മറ്റേതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു? ഞാൻ പറയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് കുറിയിലല്ലായിരുന്നു, മ്യൂച്വൽ ഫണ്ടിലായിരുന്നു. നിങ്ങൾ മാസം 10,000 രൂപയുടെ 5 വർഷത്തെ ഒരു കുറിയിൽ ചേർന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ആ കുറി 5ാമത്തെ വർഷമാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യ വർഷം നിങ്ങൾ അടിച്ച 1,20,000 രൂപ 5 വർഷം കഴിഞ്ഞാലും അക്കത്തിൽ 1,20,000 രൂപ തന്നെ ആയിരിക്കും. എന്നാൽ ഇൻഫ്ലേഷൻ കാരണം, അതായത് പണപ്പെരുപ്പം കാരണം, നിങ്ങൾ 1,20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആദ്യത്തെ വർഷത്തെ എമൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 89,600 രൂപയായിട്ടുണ്ടാവും 5 വർഷം കഴിയുന്ന സമയത്ത്. ഇതിൽ ഞാൻ ഏകദേശം 6% പണപ്പെരുപ്പം നിരക്കായിട്ട് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. ഇനി ഇതേ എമൗണ്ട് നിങ്ങൾ ഈ 10,000 രൂപ വെച്ച് അടുത്ത 5 വർഷത്തേക്ക് ഒരു SIP-യിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഏകദേശം 12% റിട്ടേൺ പരിഗണിച്ചാൽ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത 1,20,000 രൂപയിൽ ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ടോട്ടൽ വാല്യൂഷൻ 5 വർഷം കഴിയുന്ന സമയത്ത് ഏകദേശം 2,10,000 രൂപയായിട്ടുണ്ടാവും. നിങ്ങൾ കൂടി ശ്രദ്ധിക്കണം, കുറിയിലാണ് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ 89,600 രൂപ ആയോടത്താണ് 2,10,000 രൂപ ആയിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ 6 ലക്ഷം രൂപയായിരിക്കും. അത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും കുറിയിലാണെങ്കിലും അങ്ങനെ തന്നെ. 5 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ടോട്ടൽ വാല്യൂഷൻ എന്ന് പറയുന്നത് കുറിയിൽ 6 ലക്ഷം രൂപ തന്നെ ആയിരിക്കും. പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ 8,16,000 രൂപയായിരിക്കും. അതുകൊണ്ടാണ് സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുന്നത്.